ചാണകം കുട്ടി, നമ്മുടെ ചാണകം കുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ കുട്ടികൾ ഇപ്പോൾ പഠിക്കാൻ പോലും പുറത്തു പോവുകയാണ്. പണ്ട് പണിയെടുക്കാനേ പുറത്തു പോകാറുള്ളൂ. വളരെ ദയനീയമാണ് സ്ഥിതി. എന്താണ് ചാണകം കുട്ടി നീ ഈ പറയണത്? കേരളത്തിലെ കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്നതാണോ താങ്കളുടെ പ്രശ്നം? ചാണകം സ്കൂളിലേ പോകാത്ത സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ. ഗുജറാത്ത്, UP, ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ കുട്ടികൾ സ്കൂളിലേ പോകുന്നില്ല. എന്തിനേറെ പറയുന്നു, സ്കൂളേ ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് നമ്മുടെ ഈ ഇന്ത്യയില്. അവിടെ ജിയോട് പറഞ്ഞിട്ട് ചാണകം കുറച്ച് സ്കൂളൊക്കെ കെട്ടിക്കൊടുക്കാൻ പറയണം. ഇനി സ്കൂൾ കെട്ടാൻ സ്ഥലമില്ലെങ്കിൽ ശാഖയുണ്ടല്ലോ, ശാഖ, അത് കുറച്ച് പൊളിച്ചിട്ട് അവിടെ സ്കൂളൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് ആ കുട്ടികളൊക്കെ ഒന്ന് സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. ആ കുട്ടികളുടെ ഭാവിയെങ്കിലും നന്നായിക്കോട്ടെ. ചാണകം ഒന്ന് ജിയോട് പറയൂ, ചാണകം കാരണം ഇവിടുത്തെ വ്യവസായ വിദ്യാഭ്യാസ മേഖലയൊക്കെ പ്രതിസന്ധിയിലാക്കി. ആരാണാക്കിയത്? കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. രണ്ടു കൂട്ടരും വികസന വിരുദ്ധരായിരുന്നു. അതാണ് കേരളം വ്യവസായത്തിൻ്റെ, വൻകിട വ്യവസായത്തിൻ്റെ ശവപ്പറമ്പായി മാറിയത്. പക്ഷേ നരേന്ദ്രമോദി ടീം പറയുന്നത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കേരളത്തെ പുനർനിർമ്മിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ ചില ഐഡിയാസ് ഉണ്ട്. കേരളത്തിന് നല്ല സാധ്യതയുള്ളത് ITC, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, മോദിയുടെ ഒരു സ്വപ്നമുണ്ട്, സെമി കണ്ടക്ടർ ഹബ്ബാക്കി ഇന്ത്യ മാറ്റണമെന്ന്. ഞങ്ങൾക്ക് ഒരു അവസരം തരൂ. ഞങ്ങൾ കേരളത്തിൽ IT വ്യവസായം, കമ്മ്യൂണിക്കേഷൻ വ്യവസായം കുടിൽ വ്യവസായമായി വികസിപ്പിക്കും. ചാണകം കുട്ടിയുടെ കുതന്ത്രം കൊള്ളാം. ഇനി കേരളം കൂടി ചാണകങ്ങൾക്ക് കിട്ടിയിട്ട് വേണം കേരളത്തിന് 2 കഷ്ണമാക്കി മുറിച്ച് അദാനിക്കും അംബാനിക്കും വിൽക്കാൻ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുമേഖല സ്ഥാപനങ്ങൾ വിറ്റ് അദാനിയുടെയും അംബാനിയുടെയും കാലിന്റെ ഇടയിൽ കൊണ്ട് വെച്ചു കൊടുത്തല്ലേ. ഇനി കേരളം മാത്രമേ ഉള്ളൂ. ഇനി കേരളം കൂടി ചാണകങ്ങൾക്ക് കിട്ടിയിട്ട് വേണം ഇവിടുത്തെ പൊതുമേഖല സ്ഥാപനവും ഇവിടുത്തെ IT മേഖലയെല്ലാം പൊളിച്ച് പണ്ടാരമടങ്ങി കേരളത്തിന് കുത്തുവാളെടുപ്പിച്ച് ഇവിടെ ചാണകക്കുഴി ഉണ്ടാക്കണം അല്ലേ ചാണകക്കുട്ടി. സത്യത്തിൽ ചാണകക്കുട്ടി പൊട്ടനാണോ, പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? എന്തായാലും ശരി, ചാണകക്കുട്ടിയെ ഉണ്ടാക്കിയ ഉമ്മയും ബാപ്പയും ഉണ്ടല്ലോ, ആ ഉമ്മ ഇപ്പൊ ഖേദിക്കുണ്ടാവും. ഇതുപോലുള്ളൊരു ചാണകമാണല്ലോ എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചതെന്ന് ആലോചിച്ചിട്ട് ആ ഉമ്മ ഖേദിക്കുന്നുണ്ടാകും. വളരെ ദാരുണ്യമാണ് ചാണകംകുട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത്. കഷ്ടം.